യേശു അപ്പോൾ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അപ്പം കലങ്ങാനും ഇടറാനും സാധ്യതകൾ ഉണ്ടെന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അറിഞ്ഞിട്ട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. യേശു കർത്താവിൻ്റെ ഇഷ്ടങ്ങളിലെ ഒരിഷ്ടമാണ് അവിടെ വെളിപ്പെടുത്തിയത്. ഞാൻ നിങ്ങളോടുകൂടെ ഇല്ലെങ്കിലും നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞു പോകാം. യേശു കർത്താവ് പോണതുപോലെ തന്നെയാണ് നമ്മളെ ശുശ്രൂഷിച്ച, നമ്മളെ സ്നാനപ്പെടുത്തിയ, നമ്മൾക്ക് അഭിഷേകം ലഭ്യമായിട്ടില്ലെന്ന് അറിഞ്ഞ് നമ്മളോടുകൂടെ രാക്കാലങ്ങളിൽ അല്ലെങ്കിൽ കാത്തിരിപ്പ് യോഗങ്ങളൊക്കെ നടത്തി, അല്ലെങ്കിൽ നമ്മൾ ധീനമായി കിടന്ന അവസരങ്ങളിൽ നമ്മുടെ ചാർച്ചക്കാർ പോലും മാറി നിന്നപ്പോൾ നമുക്ക് വേണ്ടി ഉപവസിക്കുകയും നമ്മുടെ കാര്യങ്ങളെ നോക്കുകയും നടത്തിയ ഒരു ദൈവദാസൻ മാറിപ്പോകുമ്പോൾ മാറിപ്പോണയാൾക്ക് ദുഃഖമുണ്ട്. വാസ്തവമായിട്ടും ഉണ്ടോ? നമുക്കുമുണ്ട്. എന്നാൽ ഈ ദുഃഖത്തിനിടയിൽ സമ്മിശ്രമായി നിൽക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ആരായിരിക്കും ഇനി നമ്മളെ നടത്താൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയുമുണ്ട്. ഒരു ഭാഗത്ത് വിട്ടുപിരിഞ്ഞു പോണവരെ ഓർത്ത് ദുഃഖം, വിട്ടുപിരിഞ്ഞു പോണവർക്കും ദുഃഖം, നമുക്കും ദുഃഖം. മറുഭാഗത്ത് ഇതവരെ അറിയിക്കാതെ നമ്മുടെ ഉള്ളിലെ അടുത്ത ഒരു ചിന്തയാണ്, ആരായിരിക്കും വരുന്നത്. ഇങ്ങനെ ഒരു ചിന്തയുണ്ട്. യേശു പറയുകയാണ്, ഞാൻ പോകുന്നു, പോകാതിരുന്നാൽ കാര്യസ്ഥൻ വരികയില്ല. അവൻ വന്നു കഴിയുമ്പോൾ സത്യത്തെ, ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതൊക്കെയും അവൻ നിങ്ങളെ ഓർമ്മിപ്പിക്കും. സത്യത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരും. പരിശുദ്ധാത്മാവ് ഭൂമിയിൽ അവതരിക്കപ്പെടേണ്ടതിനായിട്ട്, എന്നിലും നിങ്ങളിലും നിറയപ്പെടേണ്ടതിനായിട്ട്, ഇന്ന് നമ്മൾ ആരാധിച്ചതുപോലെ ഒരു ആത്മനിറവിലുള്ള ആരാധന സ്വർഗത്തിന് സമർപ്പിക്കപ്പെടേണ്ടതിനായിട്ട് യേശു കർത്താവ് പറയുകയാണ്, ഞാൻ പോകുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. യേശുവിൻ്റെ വലിയ ഇഷ്ടങ്ങളിലെ ഒരിഷ്ടമാണ്, നിങ്ങൾ എന്നിൽ നിന്ന്, നിങ്ങൾ ഈ ദേശം വിട്ടു പോകരുത്, നിങ്ങൾ ജെറുസലേം വിട്ടു പോകരുത്, എന്നോട് എൻ്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തത്തെ പ്രാപിക്കുവോളും. ദിവസമൊന്നും പറഞ്ഞില്ല. മോശയോട് കനാനിലേക്ക് പോകാനേ പറഞ്ഞുള്ളൂ, എത്രാം പക്കം എത്തുമെന്ന് പറഞ്ഞില്ല. ആണോ? അബ്രഹാമിനോട് ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാനേ പറഞ്ഞുള്ളൂ. എത്ര ദിവസം, ഏത് ദേശം എന്നൊന്നും ഒരു ഐഡിയ ഒന്നും കൊടുത്തില്ല. യോനയോട് പറയുന്നു, നിനവയ്ക്കെതിരെ പോയി, നിനവേ എന്നല്ല മഹാനഗരമായ നിനവയ്ക്കെതിരെ പോയി നീ പ്രസംഗിക്കാൻ. യോന എടുത്ത കഷ്ടപ്പാടുകൾ നമുക്കറിയാം. അപ്പൊ വെളിപ്പെടാതെ ഇരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ യേശു പറയുകയാണ്, നിങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിപ്പീൻ, എന്നോട് എൻ്റെ പിതാവ് കേട്ട വാഗ്ദത്തത്തെ പ്രാപിക്കുവോളും നിങ്ങൾ നഗരം വിട്ടു പോകരുത്. യേശു ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലെ ഇഷ്ടങ്ങളിലെ ഒരിഷ്ടമാണ് തൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കള് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അഭിഷേകം പ്രാപിക്കാത്തവരുണ്ട്, അഭിഷേകം പ്രാപിക്കണമെന്ന് വാഞ്ചയുള്ളവരുണ്ട്. നമ്മളെ എത്ര ആഗ്രഹിക്കുന്നു അത്രത്തോളം നിറപ്പാൻ ദൈവം മതിയായവരാണ്. എത്രത്തോളം നമ്മൾ ആത്മനിറവിന് വേണ്ടി കൊതിക്കുന്നു അത്രത്തോളം ദൈവം നിറയ്ക്കും. ഇപ്പം നമുക്ക് വേണ്ടത് ഒരു ദാഹമാണ്, നിറയപ്പെടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ദാഹം. എൻ്റെ കർത്താവ് എന്നെ ആത്മാവിനാൽ നിറയ്ക്കും. ഈ നിറയപ്പെട്ട് കഴിയുമ്പോൾ നമ്മുടെ അധരങ്ങളിൽ സ്വർഗത്തിന് മാത്രം മനസ്സിലാകുന്ന ഒരു ഭാഷ ലഭിക്കുകയാണ്. നമ്മുടെ പിള്ളേരോടൊക്കെ ചോദിച്ചാൽ, നമ്മൾ വീട്ടിലൊക്കെ അഭിഷേകത്തിൻ്റെ ഭാഷയിൽ ആരാധിക്കുന്നവരാണെങ്കിൽ അതേപോലെ അവർ ഇമിറ്റേറ്റ് ചെയ്യും, വേണമെങ്കിൽ അതേപോലെ അവർ പറയും. പക്ഷെ അവർക്ക്
ഇത് ഇമിറ്റേഷനാണ്. ഇത് നമ്മളെ കേൾപ്പിക്കാനാണ്. നമ്മളോ കർത്താവിനെ കേൾപ്പിക്കാനാണ്. ഇത്രയുള്ള വ്യത്യാസം. അവർ നമ്മളിൽ നിന്ന് പഠിച്ചു, നമ്മൾ സ്വർഗത്തിൽ നിന്ന് പഠിച്ചിരിക്കുന്നു. അവർ നമ്മളെ കേൾപ്പിക്കുന്നു, നമ്മൾ സ്വർഗത്തെ കേൾപ്പിക്കുന്നു. അവർ നമ്മളെ കേൾപ്പിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം അറിയത്തില്ല, കേൾക്കുന്ന നമുക്കും പറയുന്ന അവർക്കും. പക്ഷെ നമ്മൾക്കറിയത്തില്ലെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് ഇതിൻ്റെ അർത്ഥങ്ങൾ അറിയാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഒന്ന് കരമുയർത്തി കർത്താവിനെ ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നിങ്ങൾ പൂർണ്ണ നിശ്ചയം പ്രാപിക്കേണ്ടതിന്, കൊലോസ്യർക്ക് എഴുതിയ ലേഖനമാണ്, വായിക്കേണ്ട. എപ്പപ്രാസ് നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടിക്കൊണ്ടിരിക്കുന്നു. ഒരു കണ്ടിന്യൂസ് ആയിട്ട് നടക്കപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം നമ്മൾ ചിന്തിച്ചു നോക്കി, യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ബാക്കിയുള്ള 10 ദിവസമാണ് ഈ ശിഷ്യഗണങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവം നോക്കുകയാണ്. യേശു കർത്താവ് ഭൂമിയിലേക്ക് നോക്കുകയാണ്. അവിടെ ബിജു ചെറിയാനുണ്ടോ? അവിടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും പേര് പറയുകയാണ്. ഒരു സഭായോഗം എന്ന് പറയുമ്പോൾ അവൻ്റെ പുണ്യാഹം നിണത്താൽ വിടുവിക്കപ്പെട്ട ദൈവമക്കൾ ഇഴഞ്ഞാണെങ്കിലും വരാൻ സാധ്യതയുണ്ടെങ്കിൽ എത്തുക, അവനെ മഹത്വപ്പെടുത്തുക. സ്തോത്രം. നമ്മുടെ ചർച്ചകളിൽ പൊതുവെ പാസ്റ്റേഴ്സിനോട് നാളെ വരത്തില്ലെന്ന് വിളിച്ച് പറയത്തില്ല. അപ്പോൾ പാസ്റ്റർ ചോദിക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കട്ടെ? അതെ, പ്രാർത്ഥിക്കാമെന്ന് പറയും. കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സുഖമില്ല, അസുഖങ്ങളാണ്, പ്രതികൂലങ്ങളാണെന്ന് പറയും. ഞാനിത് കേൾക്കുന്ന ആളാണ്. എന്നോട് പറയും ഞാൻ പ്രാർത്ഥിക്കും. പക്ഷെ ചിലരോട് പറയാൻ മടിയാണ്. എന്നാന്ന് വെച്ചാൽ അവർ ചോദിക്കും, ഡ്യൂട്ടിക്കൊക്കെ നിങ്ങൾ പോകണുണ്ടോ? അത് കുറവ് വരുത്താൻ പറ്റുമോ പാസ്റ്ററെ? അതിൻ്റെ ഒരു ഇന്നർ മീനിങ് ഉണ്ട്. മാസാവസാനമാകുമ്പോൾ കുറവ് വരുത്താൻ പറ്റുമോ? അത് പറ്റത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇഴഞ്ഞാണേലും പോവും പാസ്റ്ററെ. എന്നാൽ ഇഴഞ്ഞാണേലും വരേണ്ടത്, അതാ രക്തസ്രാവക്കാരി സ്ത്രീയൊക്കെ ചെയ്തത്. അവളുടെ അവസ്ഥകളെ അവൾ മറന്നു, സാഹചര്യങ്ങളെ മറന്നു. പ്രതികൂലമായി കല്ലുകളുമായി പാളയത്തിൻ്റെ പുറത്തു നിന്ന് പാളയത്തിലേക്ക് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ എറിയപ്പെടാൻ നിൽക്കുന്ന ഘോരന്മാരായ ഹീനന്മാരായ യഹൂദ മതാനുസാരികളെ അവൾ മറന്നു. അവൾക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഒരു വിടുതൽ. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ രക്തം വാർന്ന് മരിക്കും. അതിലും നല്ലത് ഒരു വിടുവിക്കുന്നവൻ്റെ കരസ്പർശനം എൻ്റെ മേലുണ്ടായാൽ എനിക്കൊരു വിടുതൽ ലഭ്യമാകും. ആർത്തിയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നവരെ നിറപ്പാൻ ദൈവം ഇന്നും മതിയായവനാണ്. ദൈവം ഇന്നും മതിയായവനാണ്. ഇപ്പം ഇവിടെ പറയുകയാണ്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടേണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയാനാണ്. ഇപ്പം ദൈവഹിതം, മനുഷ്യഹിതം, ഇതൊക്കെ ഉണ്ട്. മനുഷ്യഹിതമുണ്ട്. ഇപ്പം ദൈവത്തിന് അപ്പോൾ ഹിതമല്ലാത്തതുമുണ്ട്. ദൈവത്തിന് ഹിതമല്ലാത്തതുമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളോട് ഒരു വിഷയത്തിൽ അങ്ങ് വഴക്കിടുക. ഇപ്പം നമ്മൾ ആരാധന നയിച്ചും കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഷൈജു ബ്രദർ ലീഡ് ചെയ്യുക. ഷൈജുൻ്റെ മോന് ഇവിടെ വന്ന് നിൽക്കുക. ബേസിക്കലി ഷൈജു ബ്രദറിനോട് ചോദിച്ചാൽ, ഇപ്പം എന്നോട് ഇന്ന് വേണമെങ്കിൽ പറയും, പാസ്റ്റർ അതെന്നെ ഒത്തിരി ഇറിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം ആത്മനിറവിൽ ആരാധനയിൽ കുഞ്ഞിനെ നോക്കണം. പ്രിയ സിനി ഇവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്കത് ബുദ്ധിമുട്ടാണ്. അവരുടെ ഹൃദയത്തിൽ സമ്പൂർണ്ണമായിട്ട് അല്ലെങ്കിൽ നിറയപ്പെട്ട് നിൽക്കുന്നത് കുഞ്ഞ് അവിടെ മനസ്സിൽ എവിടെയെങ്കിലും പോയി അടങ്ങിയിരിക്കണം. ഒരു ചിന്തയും കൂടെ ഉണ്ട്, അത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് മോനെ ഇവിടെ വന്നിരി, എൻ്റെ അടുത്ത് ഇരുന്നോളാൻ പറഞ്ഞ് പറയണം എന്നും ആഗ്രഹിക്കുമോ? അല്ലേ ഷൈജു ബ്രദറെ? ഒന്ന് കരവുയർത്തി സ്തോത്രം ചെയ്തേ. ഉണ്ടോ ആ പുള്ളിയെ നോക്ക്. നിങ്ങൾ കണ്ണടച്ച് ആരാധനയാ. അഭിലാഷ് കേൾക്കുന്നുണ്ടോ അതൊക്കെ? എന്നാൽ അതാണ് മനസ്സിലെ ആഗ്രഹം. ഈ കുഞ്ഞിനെ ഒന്ന് അടങ്ങി എവിടെയെങ്കിലും ഇരുത്തുവാണ്, എനിക്ക് അല്പം കൂടെ സ്വാതന്ത്ര്യത്തോടെ ജനത്തെ ഒന്ന് ലീഡ് ചെയ്യാൻ സാധിക്കും. എന്നാൽ അത് ചെയ്തില്ലെന്നും പറഞ്ഞു കൊച്ചിനെ ഉപദ്രവിക്കുമോ? ഇല്ല. ഒന്ന് തൊട്ടയിട്ട് പറ, അവിടെ നിന്നോ, ഒന്ന് തലോടിക്കൊണ്ട് പറയും, ഏതേ അത് നിന്നോളാൻ പറയും. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറില്ലേ, പപ്പ
ആ കുഞ്ഞുങ്ങളെ എന്തിനു പറയുന്നു? നമ്മുടെ സഹോദരങ്ങളോട് ചോദിക്കും. നമ്മുടെ ഭാര്യമാരുമായിട്ട് നമ്മൾ ഈ കടവഴിയൊക്കെ പോകാറില്ലേ അല്ലേ? നമ്മളെല്ലാം എന്താ ചെയ്യുന്നത്? അവിടെ എവിടെയെങ്കിലും പോയി ഇരിക്കുകയുള്ളൂ അല്ലേ? കോട്ടയത്തൊക്കെ ആണെങ്കിൽ ഈ നാട്ടിലെ തുണിക്കടയിലൊക്കെ ആണെങ്കിൽ ഇരിക്കാൻ ആണുങ്ങൾക്ക് ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. കോട്ടയത്തൊക്കെയുള്ള കടകളിലൊക്കെ വലിയ അക്വേറിയമൊക്കെ. എന്നാന്നറിയോ? ഇത് കണ്ടെങ്കിൽ നിന്ന് സമയം പോട്ടെ, അവസാനം ഒരു കർച്ചീഫ് എടുത്തുകൊണ്ട് വരുന്നതും കാണാം. കണ്ടിട്ടില്ല? സ്തോത്രം. നമുക്ക് അറിയാം ഇത് വാങ്ങാനൊന്നും കയറുന്നതല്ല, വാങ്ങാനൊന്നും അല്ല. സ്തോത്രം. അപ്പൊ ഹിതം നമുക്ക് ഇഷ്ടമല്ലെങ്കിലും നമ്മളങ്ങ് അനുവദിക്കും, നമ്മളങ്ങ് ഓക്കെ. അപ്പൊ ദൈവം നമ്മളുടെ ജീവിതത്തിൽ നൽകുന്ന അല്ലെങ്കിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അത് ദൈവഹിതപ്രകാരമായിരുന്നോ? ഒരു ഉദാഹരണം പറയാം. നമ്മുടെ 21 ദിവസം ഉപവാസം വരാൻ പോവുകയാണ്. ജൂൺ 2 മുതൽ 22 വരെ 21 ദിവസം നമ്മൾ ഉപവസിക്കാൻ പോവുകയാണ്. അപ്പോൾ 21 ദിവസത്തെ ഉപവാസത്തിൽ ടെൽഫോർഡ് മഹനീയം ദൈവസഭയിലുള്ള ദൈവമക്കളിൽ ചിലർ എഴുതി വെക്കാൻ പോവുകയാണ്, ഈ 21 ദിവസം ഞാൻ ഉപവസിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പാർഷ്യൽ ഭാഗം 7 14 അല്ലെങ്കിൽ ഒരു നേരമൊക്കെ ആഹാരം കഴിച്ചുകൊണ്ട് ഞാൻ ഉപവസിക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഈ ടെൽഫോർഡിൽ ഒരു വീട് വാങ്ങണം. എനിക്ക് ഒരു വീട് വാങ്ങണം, അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപവസിക്കുന്നു. ഇനി നിങ്ങൾ അതിൻ്റെ അടുത്ത ഒരു എക്സ്ട്രീമും കൂടെ ചിന്തിച്ചു. ഡിപ്പോസിറ്റ് കൊടുക്കാനുള്ള പണം റെഡി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ ഡിസിഷൻ ഇൻ പ്രൈമോ അങ്ങനെ കണ്ട അല്ലേ, ഡിപ്പെന്ന് പറയും, എന്തായാലും മോർഗേജ് കമ്പനിക്കാരെന്നെ ഇത്ര പൈസ കിട്ടുമെന്ന് പറയുന്നുള്ള ഡിപ്പ് എനിക്ക് നൽകിയിരിക്കുന്നു, നിങ്ങൾക്ക് ഇത്ര ലെവലിലുള്ള വീട് തപ്പാം. അപ്പം എൻ്റെ വിഷയം ഇത്രയേ ഉള്ളൂ, ഒരു നല്ല വീട് കാണിച്ചു തരണം കർത്താവേ, ഞാൻ ഉപവസിക്കാൻ പോവുക. നല്ല കാര്യം, അങ്ങനെ തന്നെ ഉപവസിക്കണം. 21 കഴിഞ്ഞു, ഒരു അനക്കവും ആ വിഷയത്തിൽ കണ്ടില്ല. അപ്പം പറയും, കർത്താവേ ഞാൻ ഇതിൻ്റെ മേൽ ഉപവസിച്ചിട്ടുണ്ട്, എന്നാൽ ഈ 2025 ഗ്രേസ് അപ്പോൺ ഗ്രേസിൻ്റെ ഈ വർഷത്തിൽ അത് നടന്നില്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുന്ന മറ്റൊരു ചിന്ത വരാം. ഒരു പക്ഷെങ്കിൽ ദൈവത്തിന് എനിക്ക് ഒരു വീട് മേടിപ്പിക്കുവാൻ, എന്നെക്കൊണ്ട് വീട് മേടിപ്പിക്കാൻ ഉദ്ദേശമില്ലെന്ന്. സ്തോത്രം. ക്ലിയറായിട്ട് അങ്ങ് പറഞ്ഞാൽ, പ്രാർത്ഥിച്ചിട്ടും ഉപവസിച്ചിട്ടും ഒരു വിഷയത്തിൻ്റെ മേൽ ദൈവിക മറുപടികൾ ലഭ്യമാകുന്നില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പദമാണ്, അതിൽ ഒരു നടത്തിപ്പില്ല, അല്ലെങ്കിൽ ദൈവത്തിന് ഒരു ഹിതമല്ല ഈ വിഷയം. ഇല്ലേ അച്ഛാ? ആണോ? നിങ്ങളിലൊട്ട് മുക്കാലും ആൾക്കാർ വിവാഹിതരാ. ടിങ്കു വിവാഹം കഴിക്കാൻ പോകും. അപ്പോൾ ജോജി ബ്രദറിനോട് അല്ലെങ്കിൽ ജിജോ ബ്രദറിനോടോ അവരോടൊക്കെ ചോദിച്ചാൽ അവരെ ഒറ്റ പെണ്ണ കണ്ടുള്ളോ? നിങ്ങൾ രേണുവിനെ മാത്രമേ കണ്ടുള്ളായിരുന്നോ? അല്ല, പറയണ്ട. ആ ചിരിയിലറിയാം നമുക്ക്. ഷൈനിയെ മാത്രമാണോ? നമുക്കറിയാം. തിരിച്ചിവരോടും. അപ്പോൾ സഹോദരിമാരുടെ ഇടയിലാണ് ഒരു ചെറുക്കം വന്ന് കണ്ടു പോയിട്ട് പിന്നെ വിളിച്ചു പറയുകയാണ്, അത് ഞങ്ങൾക്ക് ഇന്ന പെണ്ണിനെ ഇഷ്ടപ്പെട്ടു. പറയുന്നതിനായിരിക്കും അറിയോ, നിങ്ങളുടെ വീട്ടിൽ അന്ന് അവിടെ ഞങ്ങളെല്ലാം കൂടെ വന്നപ്പോൾ ഒരാൾ അവിടെ മുറുക്കി തുപ്പിയായിരുന്നു, അത് ഞങ്ങളുടെ നെയ്ബർ അല്ല, എന്നാലും അതുകൊണ്ട് ഞങ്ങൾ വേണ്ടത്. ഇതൊക്കെയാണ് കാരണങ്ങൾ പറയുന്നത്. അപ്പം നമ്മൾ രേണുവിനാകട്ടെ, ഒരു ചെറുക്കം വന്നു, പ്രിൻസിന് അങ്ങ് ഇഷ്ടമായി. കാരണം ഒരു സ്വോത്രം ചെയ്തവനെ എസ്തറിനെ മാത്രമേ കണ്ടുള്ളായിരുന്നു തോന്നുന്നല്ലേ? അല്ല. അപ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അഭിലാഷേ നമ്മുടെ പെങ്ങളെയൊക്കെയാണ് കാണാൻ വന്നതെങ്കിൽ, അഭിലാഷാ വന്നിരിക്കുന്നത്, എൻ്റെ പെങ്ങളെയാണ് കാണാൻ വന്നിരിക്കുന്നത്,
പോയിട്ട് വിവരമൊന്നുമില്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു പദമാ, അതിൽ ഒരു ദൈവ നടത്തിപ്പില്ലായിരുന്നു, അത് ദൈവഹിതമല്ലായിരുന്നു. ഇത് നമ്മൾ നമ്മുടെ ഉബോധ മനസ്സിനോടും സുബോധ മനസ്സിനോടും നമ്മൾ തന്നെ പറയുന്ന ഒരു ഉത്തരമെന്നേ ഉള്ളൂ. നടക്കാത്തതെല്ലാം ദൈവഹിതമല്ല, നടന്നത് മുഴുവൻ ദൈവഹിതമോ ആണോ? നിങ്ങൾക്ക് മലയാളം അറിയത്തില്ലേ? ഞാൻ പറയുന്നത് ശരിയല്ലേ? നടന്നതും മുഴുവൻ. അഭിലാഷ് വണ്ടി വിൽക്കാനിട്ടിട്ടുണ്ട്, എവിടെ നോക്കിയോ എടുത്തോണ്ട് വരുന്നതാ പോയി അല്ലേ? ഒരു കച്ചവടം നടക്കുന്നുണ്ടോ? ഞാൻ റിജോയ് പാസ്റ്റർ വരുമ്പോൾ ചോദിക്കുന്നത് അതിൻ്റെ നന്മ വല്ല അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടോന്ന്. അപ്പോൾ ഒരാഴ്ച അദ്ദേഹം ഇട്ടിട്ട് നടന്നില്ലെങ്കിൽ അദ്ദേഹം കൊണ്ട് അത് ഓപ്ഷനിൽ നിന്ന് എടുത്താണ് ഓപ്ഷൻ, അല്ലെങ്കിൽ മറ്റേ എടുത്താൽ മറ്റേ തിരിച്ചു കൊണ്ടു. ദൈവഹിതം ഇല്ലായിരുന്നു, അടുത്ത വണ്ടി എടുക്കാമെന്ന്. സ്തോത്രം. ഈ പെണ്ണ് കാണൽ ചെറുക്കനും കാണലല്ല ഇത് കൂടുതൽ. വാഹനത്തിനൊക്കെ കുറവാണ്, വീടിനും ഉണ്ട് ഇതുപോലെ. അതുകൊണ്ടാണ് ഈ വീടും ഈ വിവാഹമൊക്കെ വരുമ്പോൾ ഇച്ചിരി നമ്മൾ കോൺഫിഡൻഷ്യലായിട്ട് വെക്കും. തട്ടിക്കളയാൻ ഒത്തിരി സാധ്യതകളുണ്ട്. ഒരു അഭിവൃദ്ധി, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റാണ് നടക്കുന്നത്. നടന്നത് മുഴുവൻ ദൈവഹിതം. പക്ഷെ പൗലോസ് പറയുകയാണ് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള. അപ്പൊ ഈ 3 കാര്യങ്ങൾ നടക്കപ്പെട്ടിരിക്കണം. ഞാനും എൻ്റെ സഹധർമ്മിണി ഒത്തിരി കൗൺസിലിങ്ങുകൾ നടത്താറുണ്ട്. പ്രത്യേകിച്ച് ഈ ഭവനങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ മൂലം ഒരാൾ ആരാധനയ്ക്ക് വന്നു, ഭാര്യ വന്നു, ഭർത്താവ് വന്നില്ല, ഭർത്താവ് വന്നു, ഭാര്യ വന്നില്ല, അല്ലെങ്കിൽ ഡിവോഴ്സിന് ഞങ്ങൾ കൊടുക്കാൻ പോവാണ്, മറ്റേതാണ് മറിച്ചതാണ്, മാടാ കോടാ തേങ്ങയാന്നൊക്കെ പറയും. അപ്പം നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ദൈവഹിതപ്രകാരമല്ലേ നടത്തപ്പെട്ടത്? അതേ പാസ്റ്ററേ. സ്തോത്രം. ദൈവമക്കളെ, കല്യാണം കഴിച്ചവർ കഴിച്ചു, കഴിക്കാനിരിക്കുന്നവർ പൂർണ്ണ ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞു വേണം നമ്മൾ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുവാൻ. അവിടെ നന്മയുണ്ടാകും, പ്രസാദമുണ്ടാകും, പൂർണ്ണതയുണ്ടാകും. സ്തോത്രം. നമ്മുടെ മക്കൾ, ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ പേരൻസിനോട് വന്നിട്ട് പറയുകയാണ് എനിക്കൊരു ബൈസൈക്കിൾ വേണം, അല്ലെങ്കിൽ എനിക്കൊരു ഇലക്ട്രിക് സൈക്കിൾ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അത്രത്തോളം ആയിട്ടില്ല, നിങ്ങൾ വളരണം, കുറച്ചും കൂടി നിങ്ങൾ വളരട്ടെ എന്ന് പറയും. പിന്നെയും കരയുകയാണെങ്കിലോ, കരച്ചിലോട് കരച്ചിൽ. അപ്പന് മക്കളോട്, അമ്മമാർ ചിലപ്പോൾ ഷൗട്ട് ചെയ്യും, അപ്പന് മക്കളോട് കാരണം തോന്നുന്നു യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട്. അപ്പൻ്റെ ഹൃദയം, പ്രത്യേകിച്ച് പെൺകുഞ്ഞുങ്ങളാ കരയുന്നതെങ്കിൽ, അലിയുക തന്നെ ചെയ്യും. പിള്ളേരോട് പറയും നിങ്ങൾ എൻ്റെ സ്വസ്ഥത നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോയിട്ട് വരുന്നത് സൈക്കിൾ മേടിച്ചുകൊണ്ടായിരിക്കും. സത്യമാണ്. നമ്മൾ പാവങ്ങളാണ് അല്ലേ അച്ഛാ? നമ്മളെല്ലാവരും. പക്ഷെങ്കിൽ ഭാര്യ അന്നേരം ചോദിക്കും, എൻ്റെ പൊന്ന് മനുഷ്യ, കൊച്ചിന് നടക്കാൻ മര്യാദയ്ക്ക് അറിയത്തില്ല, നിങ്ങൾ ഇപ്പോഴേ ഈ ബൈസൈക്കിൾ, അതും ഇലക്ട്രിക് ബൈസൈക്കിൾ മേടിച്ചു വെച്ചിരിക്കുക. അപ്പം പറയും എനിക്ക് താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, എനിക്ക് താല്പര്യം ഉണ്ടായിട്ടല്ല. പക്ഷെങ്കിൽ അവളുടെ കരച്ചിലിൻ്റെ മുമ്പിൽ എൻ്റെ മനസ്സലിഞ്ഞു പോവുക. എടി, നമ്മുടെ കൊച്ചല്ലേ, നമ്മളല്ലാതെ പിന്നെ ആർക്കുക മേടിച്ചു കൊടുക്കുന്നത്? അപ്പം ഇതിനകത്ത് വെളിപ്പെടുന്ന ഒരു സത്യമുണ്ട്, പൂർണ്ണ സന്തോഷത്തോടെ അല്ല, അല്ലെങ്കിൽ ഹിതത്തോടെ അല്ല ഇത് കൊടുത്തിരിക്കുന്നത്, പക്ഷെങ്കിൽ മേടിച്ചു കൊടുത്തു. സ്തോത്രം. കൊടുക്കുമ്പോൾ വഴിയിലൂടെ നടന്നു പോയപ്പോൾ വഴി കിടക്കുന്ന ഒരു സൈക്കിളാണ് എടുത്ത് കൊടുക്കുന്നത്. ഇല്ല, നല്ലതേ മേടിച്ചു കൊടുക്കും. കാര്യം അതിൻ്റെ എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉള്ളത്. കാര്യം ഇതിനറിയത്തില്ല ഓടിക്കാൻ, ഇതേ വേണം ഇത് പഠിക്കാൻ. അപ്പം നല്ലതേ മേടിച്ചു കൊടുക്കുകയുള്ളൂ, നല്ലതേ മേടിച്ചു കൊടുക്കുകയുള്ളൂ. പക്ഷെങ്കിൽ അതിൽ പൂർണ്ണ സന്തോഷത്തോടെ അല്ല കൊടുത്തത്. അവരുടെ ആ ബുദ്ധിമുട്ട്
സഹിക്കായിക വന്നപ്പോൾ ഞാൻ അങ്ങ് മേടിച്ചു കൊടുത്തതാണ്. ഇത് ഞാൻ ബൈബിളിൽ ഒന്ന് തെളിയിച്ച് നിർത്താം, ഇനി സമയം അധികം വേണ്ട. വായിക്കാം ഒരു ഭാഗം. 1 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. 1 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം. മതി. 1 ശമൂവേൽ 7, 8, 9 അധ്യായങ്ങൾ വായിക്കുമ്പോൾ, പ്രത്യേകിച്ച് 8-ന്റെ 5 മുതൽ 7 വരെയൊക്കെ വായിക്കുമ്പോൾ, 8-ന്റെ 5 മുതൽ 7 വരെയാണ് മക്കളെ വന്നിട്ട് അവിടെ വായിക്കുമ്പോൾ മതി ഞാൻ പറഞ്ഞു വെക്കണം. ഇവിടെ സംഭവം എന്നാന്ന് ചോദിച്ചാൽ, ശമൂവേലിനോട് ഇസ്രായേൽ മക്കൾ, ദൈവജനം ശമൂവേലിനോട് പറയുകയാണ്, നീ വൃദ്ധനായിരിക്കുന്നു, നീ വൃദ്ധനായിരിക്കുന്നു. ഈ വൃദ്ധന്മാരോട് പോലും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഏത് കോപിക്കാത്തവനും കോപിക്കും. സത്യം. നിങ്ങൾ ഈ അച്ചായന്മാരെയൊക്കെ നോക്കി, അവരൊക്കെ പാവങ്ങളാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെങ്കിൽ വൃദ്ധനെന്നൊന്ന് ചുമ്മാ വിളിച്ചു നോക്കി, അപ്പം അവരുടെ കോപം. അപ്പം ഇത് ശമൂവേലിനോട് പറയുക, നീ വൃദ്ധനായിരിക്കുന്നു, നിന്റെ പുത്രന്മാർ നിന്റെ വഴി നടക്കുന്നതുമില്ല. അടുത്ത ഒരു ഡോസ് കൂടെ കൊടുത്തു. 1 വൃദ്ധനായിരിക്കുന്നു പറഞ്ഞ്, 2 പറയാണ്, നീ മക്കളെ നന്നായിട്ട് നടത്തിയില്ല. ആകയാൽ സകല ജാതികൾക്കുമുള്ളതുപോലെ ഞങ്ങളെ ഭരിക്കേണ്ടതിന് ഞങ്ങൾക്ക് ഒരു രാജാവിനെ നിയമിച്ചു തരേണമേ എന്ന് പറഞ്ഞു. അടുത്ത ആഴ്ച അതിന് ബാക്കി എടുക്കാം. കൊടുത്തത് ഇസ്രായേലിലെ ബെന്യാമിൻ ഗോത്രത്തിലെ ശൗലിനെയാണ് കൊടുത്തത്. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സൈക്കിൾ ചോദിച്ചപ്പോൾ തൃപ്തിയോടെയല്ല, പൂർണ്ണ മനസ്സോടെയല്ല, അസഹനീയമായ നിലയിൽ എപ്പോഴും രാത്രിയും പകലും വൈകിട്ടും വൈകുന്നേരവും സൈക്കിൾ വേണം എന്ന് ദുശാഠ്യത്തോടെ മല്ല് പിടിക്കുക അപ്പൻ്റെ മുമ്പിലെങ്കിൽ അപ്പൻ മനസ്സലിഞ്ഞ് മേടിച്ചൊരെണ്ണം കൊടുക്കുമ്പോൾ ബെസ്റ്റേ കൊടുക്കുകയുള്ളൂ. ഇവിടെ ശൗലിനെ ദൈവം കൊടുക്കുന്നതിന് മുന്നേ ശമൂവേലിന് ഇത് വളരെ മനപ്രയാസം ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിങ്കൽ ഈ പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ പറഞ്ഞത്. ഒഴിഞ്ഞു പോകുന്നവർക്ക് ഭയങ്കര വേദനയാണ്. ഇത്രയും ദിവസം ഇവരെ നടത്തി കെട്ടിപ്പെറുക്കി ഇവർ പോവുക, വണ്ടിയിലെല്ലാം കയറ്റിയല്ലേ. ഞാൻ നിങ്ങളെ ഞാൻ പറഞ്ഞോളാം, എന്നാലും അതിൽ തന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയുക. അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പാസ്റ്റർമാരുടെ ട്രാൻസ്ഫർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, ടീച്ചേഴ്സുമാരുടെ ട്രാൻസ്ഫർ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, വിവാഹം കഴിച്ച് പോണവരുടെ അതൊന്നും വേണ്ട. കറണ്ട് സിറ്റുവേഷൻ പറയാം. ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നവരുടെ കാര്യം ചിന്തിച്ചാൽ മതി. സ്തോത്രം. അതോടൊപ്പം നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിൽ നിന്ന് ഇങ്ങോട്ടോ അങ്ങോട്ടോ ജോലിയോടുള്ള ബന്ധത്തിൽ ട്രാൻസ്ഫർ ആവുകയാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഒരേ സമയത്ത് മനസ്സിൽ കാണണം. ഒരു കൂട്ടർ ഓസ്ട്രേലിയയിലേക്ക് പോണു, ഒരു കൂട്ടർ മാഞ്ചസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. വ്യത്യാസം പറയാം. മാഞ്ചസ്റ്ററിലേക്ക് മൂവ് ചെയ്യുന്നവരുണ്ടല്ലോ, എല്ലാ സാധനവും അവരുടെ വീട്ടിലുള്ള ഉപയോഗിക്കാതെ കടന്ന കയറ്റുവ വരെ എടുത്തുകൊണ്ട് പോകും. കാര്യം ഇത് അപ്പറേ ഉപയോഗിക്കപ്പെടും അല്ലേ? ഉപയോഗിക്കപ്പെടുവാൻ വേണ്ടിയിട്ട്. ഓസ്ട്രേലിയയിലേക്ക് പോകുന്നവൻ ഒരു സാധനവും കൊണ്ടുപോകത്തില്ല. മുഴുവൻ ഒന്നീ ദാനം തരും, അല്ലെങ്കിൽ വിൽക്കും, ഒന്നും കൊണ്ടുപോകത്തില്ല.
നമ്മളിതൊക്കെ കാണുന്നവരല്ലേ. അപ്പോൾ മൂവ്മെന്റുകളിൽ അല്ലെങ്കിൽ സ്ഥലം മാറ്റങ്ങളിൽ നടക്കപ്പെടുന്ന സ്ഥലങ്ങൾക്കനുസൃതമാണ് നമ്മുടെ കെട്ടിപ്പറുക്കലിൻ്റെ അടിസ്ഥാനം. അതിലാണ്. നല്ലിടത്തോട്ടാണെങ്കിൽ കർത്താവ് പറയുകയാണ്, എൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ പിന്നെ പണം നിങ്ങളുടെ പൊക്കണത്തിൽ പണമൊന്നും ആകരുത്, നിങ്ങൾ വയ്ക്കൂ, ഞാൻ ഒരുക്കിക്കോളാം. നിങ്ങളുടെ കയ്യിൽ അധികം പൈസയുമായിട്ട് നിങ്ങൾ അങ്ങനെയൊന്നും പോകണ്ട. നിങ്ങൾ പോകുന്നവിടത്ത് ഞാൻ നിങ്ങൾക്കായി ഒരുക്കും. യേശു ഇതാ പറഞ്ഞത്. 10 ദിവസം ഇവർ കാത്തിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരാകാംക്ഷയോടെ പ്രാർത്ഥിച്ചപ്പോൾ യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു കർത്താവ് സ്നാനപ്പെട്ടപ്പോൾ ഇറങ്ങിയതുപോലെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകമുണ്ടാവുമെന്ന് ചിലപ്പോൾ തിരിച്ചറിഞ്ഞു കാണും. പത്രോസൊക്കെ അല്ലേ പ്രസംഗിക്കുന്നത്. അപ്പോൾ അവർ ഒരുക്കപ്പെട്ടു. യേശുവിനെ പോലെ അവർ ഹൃദയം കൊണ്ടായപ്പോൾ ആത്മാവ് അവരുടെ മേലിറങ്ങി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയാണ്. ഹിതമല്ലാത്തതും ഹിതവുമായതുമായ, അല്ലെങ്കിൽ ഞാൻ തന്നെ 5-6 കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടമുണ്ട്, ദൈവത്തിൻ്റെ ഹിതമുണ്ട്, ദൈവം അനുവദിച്ചതുണ്ട്, ദൈവം നമ്മൾക്കായി ഒരുക്കിയതുണ്ട്, അർഹതപ്പെട്ടതുണ്ട്, ദൈവിക അനുഗ്രഹങ്ങളുണ്ട്, ദൈവം അംഗീകരിച്ചതുണ്ട്, ദൈവം അവലംബിച്ചതുണ്ട്, ദുഃഖഭാവത്തോട് ദൈവം അനുധാവനം ചെയ്തതുണ്ട്, ദൈവം അനുകൂലിച്ചതുണ്ട്, ദൈവത്തിൽ ആശ്രയിച്ചപ്പോൾ ദൈവം കരുണ കാണിച്ചതുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നവർക്ക് നൽകുന്നതുണ്ട്. ഇത്രയും കാര്യങ്ങൾ ദൈവഹിതത്തെ സംബന്ധിച്ചുള്ള പര്യായപദങ്ങളാണ്. ശമൂവേലിനോട് പറയുകയാണ്, രാജാവിനെ ചോദിച്ചത്, ശമൂവേലിന് ദുഃഖം ഉണ്ടായപ്പോൾ ദൈവം കൊടുത്തത് നിങ്ങൾ, കർത്താവ് പറയുന്നുണ്ട്, അവർ ശമൂവേലെ നിന്നെ അല്ല തള്ളിയത്, എന്നെയാ തള്ളിയത്. ഭയങ്കര വിഷമമുണ്ടാകുന്ന കാര്യം അത്. എന്നെയാ തള്ളിയത്. പക്ഷെ കൊടുത്തപ്പോഴുണ്ടല്ലോ, ഞാൻ ശൗലിൻ്റെ യോഗ്യതകളെന്നും പറഞ്ഞ് ഒരു ദിവസം ഇവിടെ പറഞ്ഞു. പക്ഷെ ഞാനത് ഒരിടത്തും പറഞ്ഞില്ല. മാഞ്ചസ്റ്ററിൽ പിന്നെ ഒന്ന് പറഞ്ഞോട്ട് വിട്ടോളൂ. 10 യോഗ്യതകളുണ്ട് അവിടെ. അത് പറയാം ഇന്ന്. 1, 2, 3 എന്നും പറഞ്ഞ് നമ്മുടെ സമയം തീരുകയാണല്ലോ. 10 യോഗ്യതകളുണ്ട്. ഒന്ന്, 9:3 കാണാം, ശൗൽ ഒരു വിശ്വസ്തനായിരുന്നു. ഞാൻ കട്ട് ഔട്ട് ചെയ്യുന്നത് എന്നാന്ന് വെച്ചാൽ എനിക്കിത് അടുത്ത ആഴ്ച പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. ദൈവഹിതം സംബന്ധിച്ച് നിങ്ങൾ പൂർണ്ണ നിശ്ചയം. അതുകൊണ്ട് ശൗലിൽ നിൽക്കാം. കൊടുത്തത് നമ്മൾ പറഞ്ഞില്ല, സൈക്കിൾ കൊടുത്തപ്പോൾ ഏറ്റവും ബെസ്റ്റ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഹെർക്കുലീസ് ഉണ്ടായിരുന്നു അല്ലേ, ഓർക്കുണ്ടോ? ഹെർക്കുലീസ് സൈക്കിൾ. പിന്നെ ഉണ്ടായിരുന്നു റാലി, പിന്നെ BMW ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നു. SLR എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒരെണ്ണം. ആ സാധനം അതായത് പറയാൻ അറിയത്തില്ല. ഹീറോ, ഹെർക്കുലീസ്, ഇത് റാലി, മറ്റേതാ മറിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഹീറോ ഒന്നും കിട്ടിയാൽ പോരാ. സൈക്കിളാണ്, എല്ലാം സൈക്കിളാണ്. കൊടുത്തപ്പോഴുണ്ടല്ലോ, ഇസ്രായേൽ മക്കളോട്, ദൈവത്തിന്, ആ ജനത്തോട് എനിക്ക് നീരസമായിരുന്നു. ഈ ജനം ശമൂവേലിനെ തള്ളിയപ്പോൾ ശമൂവേലിനുണ്ടായ ദുഃഖത്തെക്കാളും അധികമായി ദൈവത്തിനുണ്ടായി. ദൈവം പറയുക, അവർ നിന്നെ അല്ല ശമൂവേലെ തള്ളിയത്, അവരെന്നെയാ. എന്നിട്ട് നമ്മളാണെങ്കിൽ കൊടുക്കുകയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ ഉപദ്രവിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ, ഈ ബാൻഡ് 6 ഒക്കെ ഉള്ള, അല്ലെ ബാൻഡ് 7 ഒക്കെ ഉള്ളവർക്കറിയാം, ഇങ്ങനെ പ്രഷർ ചെയ്ത് ഡ്യൂട്ടിയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ കൊടുക്കും. മല്ല് പിടിക്കുന്ന ഒരുത്തിലൂടെ അങ്ങ് ഡ്യൂട്ടി ഇട്ട് കൊടുത്തേക്കും. കാര്യം ചെറിയ ഒരു ഉപദ്രവത്തോടു കൂടിയേ നമ്മൾ ചെയ്യുള്ളൂ. പക്ഷെ യേശു അല്ലെങ്കിൽ പിതാവ് അങ്ങനെയല്ല ചെയ്തത്. ശമൂവേലിനോട് ദൈവം പറയുകയാണ്, അവർ എന്നെ തള്ളിയിടാ, എന്നെ തള്ളി. ഭയങ്കര വേദനയിൽ. പക്ഷെ കൊടുത്ത ശൗലിൻ്റെ ക്വാളിറ്റീസ് ഞാൻ പറഞ്ഞു പോക്കോളാം. 1:9-3
അവൻ വിശ്വസ്തനായിരുന്നു. തന്നെ ഏൽപ്പിച്ച ജോലി വിശ്വസ്തയോടെ, കഴുതുകളെ നോക്കുന്ന ജോലിയായിരുന്നു. 2:9-5 അവൻ ജ്ഞാനത്തിൽ നിറവുള്ളവനായിരുന്നു. കാര്യങ്ങളെ വിവേചിച്ച് തിരിച്ചറിയുവാൻ ജ്ഞാനിയായിരുന്നു. 9:7 അവൻ ദൈവദാസന്മാരെ, ശമൂവേൽ അവിടെ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ദൈവദാസനെ കാണാൻ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും വേണമെന്ന് തിരിച്ചറിഞ്ഞ് ദൈവദാസന്മാരെ ബഹുമാനിക്കുകയും ദൈവദാസന്മാരെ ആദരിക്കുകയും ചെയ്യുന്നവനായിരുന്നു. 1 വിശ്വസ്തനായിരുന്നു, 2 ജ്ഞാനിയായിരുന്നു, 3 ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നവനായിരുന്നു. 9:21 പറയുകയാണ്, തന്നെക്കുറിച്ച് താനോ ഏറ്റവും എളിയവനെന്ന് പറയുകയാണ്. എളിയവനാണെന്ന്. ഒന്നാമത്തെ എന്നതായിരുന്നു? വിശ്വസ്തനായിരുന്നു. രണ്ടാമത്തേത് ജ്ഞാനമുള്ളവനായിരുന്നു. 3 ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നവനായിരുന്നു. 4 താൻ എളിയവനെന്ന് തന്നെ പറയുകയാണ്. 10:15-16 വായിക്കുമ്പോൾ ആത്മപ്രശംസ നടത്താത്ത വ്യക്തിയാണെന്ന് തിരിച്ചറിയുന്നു. അവിടെ 10:22 പിന്നണിയിൽ ഒതുങ്ങി നിൽക്കുവാൻ ആഗ്രഹിച്ചവൻ. 10:27 സഹിഷ്ണുത ഉള്ളവനായിരുന്നു. 11:1 മുതൽ 7 വരെ വായിക്കുമ്പോൾ അവൻ സഹായിക്കുന്നവനായിരുന്നു. 11:11 ധൈര്യശാലിയായിരുന്നു. 11:12-13 വായിക്കുമ്പോൾ അവൻ ശത്രുക്കളോടും സഹതാപം കാണിച്ചവനായിരുന്നു, മനസ്സലിയുന്നവനായിരുന്നു. 10 ഹയർ ക്വാളിറ്റികളുള്ള ശൗലിനെയാണ് ദൈവം തന്നെ തള്ളിയ ജനത്തിനെ ഭരിപ്പാനും കൊടുത്തത്. അതിൽ ഏറ്റവും വലുത് ശത്രുക്കളോട് പോലും ക്ഷമിക്കുന്നവൻ, ധൈര്യശാലിയായിരുന്നവൻ, യുദ്ധവീരനായിരുന്നവൻ, സഹായിക്കുന്നവനായിരുന്നവൻ, വിശ്വസ്തയോടെ നിന്നവനായിരുന്നു, ജ്ഞാനമുള്ളവനായിരുന്നു, ദൈവദാസന്മാരെ ബഹുമാനിക്കുന്നവനായിരുന്നു, എളിയവനായിരുന്നു, ആത്മപ്രശംസ നടത്താതിരുന്നവൻ, പിന്നണിയിൽ ഒതുങ്ങി നിന്നവൻ, സഹിഷ്ണുതയുള്ളവനായിരുന്നു. ഈ ശൗലിനെയാണ് ദൈവം ഇസ്രായേലിൻ്റെ 1ാമത്തെ രാജാവായി ശമൂവേലിനും തനിക്കും പകരമായി ദൈവം നിയോഗിച്ചത്. ശൗലിൻ്റെ വീഴ്ചകളെ പഠിക്കുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റിലേക്ക് അദ്ദേഹം 2 വർഷത്തിന് ശേഷം മാറുകയാണ്. ഞാനത് അങ്ങ് പറഞ്ഞു പോകാം. അവൻ അവിശ്വസ്തത കാണിപ്പാൻ തുടങ്ങി. വിശ്വസ്തൻ എന്നുള്ളത് അവിശ്വസ്തനായി തീർന്നു. ജ്ഞാനമുള്ളവനെന്ന് ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ് ബോധമില്ലാത്തവനായിത്തീരുന്നു. ദൈവദാസന്മാരെ ബഹുമാനിക്കേണ്ടതിന് പകരം കാത്തിരിക്കുവാൻ കഴിയാതെ താൻ തന്നെ യാഗപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുന്നത് കാണുന്നു. താനൊരു എളിയവനെന്നുള്ളത് മറന്ന് താൻ വലിയവനാണെന്നുള്ള ബോധ്യത്തിൽ ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞപ്പോൾ താൻ അവിടെ കൊച്ചായല്ലോ എന്നുള്ള ചിന്തയിൽ താൻ തന്നെ തിരിയുന്നു. ആത്മപ്രശംസ നടത്താതിരുന്നവൻ തന്നെ വലിയവനെന്ന് പ്രശംസിപ്പാൻ തുടങ്ങി. പിന്നണിയിൽ ഒതുങ്ങി നിന്ന ആ ശമൂല് പിന്നെ മുന്നണിയിൽ മാത്രം നിൽക്കുന്നവനായി സഹിഷ്ണുത ഉള്ളവനായിരുന്നു. സഹിഷ്ണുത അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. സഹായിക്കുന്നവനായിരുന്നു. അവൻ ജനങ്ങളെ, ദാവീദിൻ്റെ പുറകെ 38 വർഷം നടന്നെന്നാണ് നമ്മൾ ചരിത്രം പഠിക്കുന്നത്. സഹായിക്കുന്നവനായിരുന്നവൻ ഒരു വ്യക്തിക്ക് പുറകെ കൊല്ലാൻ നടക്കുന്നത്. ധൈര്യശാലിയായിരുന്നവൻ പേടിക്കുന്നത് പിന്നെ കാണുന്നുണ്ട്. ശത്രുക്കളോട് ക്ഷമിച്ചവൻ സഹായിച്ചവർക്കെതിരെ തിരിയുന്നതും കാണുവാനായിട്ട് സാധിച്ചു. ദൈവഹിതം സംബന്ധിച്ചൊക്കെയും നമ്മൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണമേ. ഞാൻ ശൗലിൻ്റെ ഗുണസവിശേഷതകൾ പറഞ്ഞത്, ശൗലിനെ വേണമെന്ന്, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ ഒരു രാജാവിനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ദൈവം കൊടുത്തത് ഏറ്റവും ഉത്തമമാണ്. ഞാൻ നിങ്ങളെ ഒരു ചോദ്യത്തോടു കൂടി നിർത്താം. നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പല തിരഞ്ഞെടുപ്പുകളുടെയും പിൻപിൽ നമ്മളുടെ ഇഷ്ടങ്ങളാണ് അവിടെ മുഴച്ചു നിന്നത്. നമ്മുടെ താല്പര്യങ്ങളെ ദൈവസന്നിധിയിൽ വെച്ചിട്ട് ഇത് നടക്കുവാൻ പ്രാർത്ഥിച്ചു. പിന്നത്തേതിൽ അതെല്ലാം പരാജയങ്ങളായിട്ടുണ്ട്. ഞാൻ ഈ രാജ്യം വിട്ടൊക്കെ മറ്റു രാജ്യങ്ങളിലേക്ക് പോകുന്നവരെ നോക്കി ഞാനിങ്ങനെ ആത്മാവിൽ ചിന്തിക്കാറുണ്ട്. അവരോട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്. ഒരു ദൈവഹിതം അറിഞ്ഞല്ല യുണൈറ്റഡ് കിങ്ഡത്തിൽ വന്നത്. UK വന്നതിന് ശേഷം UK ഇഷ്ടമില്ല, ഉപവസിച്ച് പ്രാർത്ഥിച്ച് പ്രാപിച്ച്, ഈ സഭയിലാണെങ്കിൽ ഈ സഭയിൽ വന്ന് പറഞ്ഞ സാക്ഷ്യത്തെ മറന്നിട്ട് അവർ വേറെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട്. ഞാൻ ഇവിടെ വരാനിരുന്ന ഷാജൻ പാഷയുടെ ചർച്ചിൽ ഒരു പ്രാവശ്യം ശുശ്രൂഷിക്കുമ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഞാനെന്നുള്ളത് എളിയവൻ എന്ന് പറഞ്ഞാൽ മതി,
UK വരാൻ താല്പര്യമുള്ളവർ കര ഉയർത്താൻ പറഞ്ഞു. ഒരു 10-60 പിള്ളേർ, ആയിരങ്ങൾ കൂടുന്ന സഭയാണ്. 60 കുറേ 60 പറഞ്ഞങ്ങ് പോവാം. പേര് കര ഉയർത്തും. ഞാൻ പറഞ്ഞു ആരും വരത്തില്ലെന്ന്. സ്തോത്രം. അവരോർത്ത ഓൾട്ടർ കോളൊക്കെ വിളിക്കുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തയ്യാറായി നിൽക്കുമോ മുമ്പോട്ട് വരാൻ വേണ്ടി. ഞാൻ പറഞ്ഞു നിങ്ങളിൽ ഒരെണ്ണം പോലും വരത്തില്ല. UK നിങ്ങൾ വരേണ്ട ആവശ്യമില്ലെന്ന്. ഇത് പാസ്റ്റർ തന്നെ ഇങ്ങനെ ഇടിവെട്ടേറ്റ് പോലെ നോക്കി. പുള്ളി എന്തൊക്കെയാണ് പറയും. ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ ഈ പാസ്റ്റർ പോലും അറിയാതെ കര ഉയർത്തിയതിനകത്തുണ്ട്. ഇതുവരെ രഹസ്യമായിട്ട് വെച്ചിട്ട് നിവൃത്തികേട് കൊണ്ട് വിചാരിയാൻ ചോദിച്ചപ്പം പുള്ളി UK വന്നിരിക്കുന്നതല്ലേ, കര ഉയർത്തിയേക്കാം. ഈ പുള്ളി പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ അയക്കാതെ നിങ്ങൾ UK വന്നാലും UK ക്ലച്ച് പിടിക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. എന്നിട്ട് പാസ്റ്ററെ കൊണ്ട് ഞാൻ വിളിപ്പിക്കും. ഞാൻ ഇദ്ദേഹമാണ് പ്രാർത്ഥിക്കേണ്ടത്. ഒരു ഗസ്റ്റ് വന്ന് പ്രാർത്ഥിച്ചിട്ടല്ല നീ UK പോകേണ്ടത്. നിൻ്റെ പാസ്റ്റർ പ്രാർത്ഥിച്ചു വേണം നിന്നെ അയക്കാൻ. നീ പേപ്പർ വർക്ക് തുടങ്ങുമ്പോഴേ അറിയിക്കേണ്ടത്, കർത്താവിൻ്റെ ദാസനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്ലാനുണ്ട് യുണൈറ്റഡ് കിങ്ഡത്തിന് പോകാൻ, അതിൽ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ മാറണം, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിക്കുന്നു. ഒരു പാസ്റ്ററും അസൂയയോടെ പോകണ്ടെന്നൊന്നും പറയത്തില്ല. നീ സമ്പൂർണ്ണ ഹിതമറിഞ്ഞ് ദൈവദാസന്മാർ കരങ്ങളെ വെച്ചിട്ട് പറയും, അതിലൊത്തിരി തടസ്സങ്ങളുണ്ടെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് അതിൻ്റെ മേൽ ജയിക്കും. അവിടെ ചെന്ന് നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇപ്പോഴേ നമ്മളെ അതിൻ്റെ തടസ്സങ്ങളെ ദൂരീകരിച്ച് അതിൻ്റെ ആ പ്രയാസങ്ങൾ വരുവാൻ സാധ്യതയുള്ളകളെ എല്ലാം നമ്മൾ അടച്ച് നിങ്ങളെ ഞാൻ അയക്കാം. അവർ ഉപവസിക്കും, പ്രാർത്ഥിക്കും, അവർ കരം വെച്ച് പ്രാർത്ഥിക്കും. നിൻ്റെ മുമ്പിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ള എല്ലാ പോരുകളെയും മാറ്റി ഞങ്ങൾ നിങ്ങളെ അയക്കുന്നു. സ്തോത്രം. ഇത്രയും പറഞ്ഞ് അയച്ചിട്ട് എയർപോർട്ടിൽ വന്നിട്ട് ആ പാസ്റ്ററുടെ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്യും. നമ്പർ ബ്ലോക്ക് ചെയ്യും. പിന്നെ വിളിയോട് വിളിയാ. പാസ്റ്റർ വിളിക്കുമ്പോൾ ഇപ്പോൾ നെറ്റ്വർക്കിലില്ല. നിങ്ങൾ പറ, ഗുണം വരുമോ ഗുണം വരാതിരിക്കുമോ? നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ പറയുന്നില്ല. നടത്തിയവരെ മറക്കാതിരിക്കും. സ്തോത്രം. നടത്തിയവരെ മറക്കാതിരിക്കും. റിജോയെ വിളിച്ചവരൊന്ന് കര ഉയർത്തി. ഒരാൾ കര ഉയർത്തി. 6 പേര്. നീ എപ്പോഴും വിളിച്ച പുള്ളിയെ ബുദ്ധിമുട്ടിക്കില്ല. പുള്ളി ഹോളിഡേയ്സിലാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഈ സഭയുടെ ആദ്യ കാലത്തുണ്ടായിരുന്നവർ ഇതിനകത്തുണ്ട്. ആദ്യം മുതൽ ഞാൻ ഒരാഴ്ച വരാതിരുന്നാൽ എന്നെ വിളിക്കും, പാസ്റ്റർ എന്താ വരാതിരുന്നു? നെല്ലിനൊക്കെ കുനിഞ്ഞിരിക്കുക. നിങ്ങളിൽ പലരും, ഞാൻ പേര് പറയുന്നില്ല, ഒട്ടുമുക്കാലും ആൾക്കാർ എന്നെ വിളിക്കും. ഞാൻ മനഃപൂർവ്വം വരാതിരുന്ന കാര്യം, ഈ വ്യക്തിയെ നിങ്ങൾ അംഗീകരിക്കപ്പെടണം. സ്തോത്രം. അല്ലേ രേണു എന്നെ വിളിച്ചത്? അതൊക്കെ ആദ്യകാലത്തുള്ളവർക്കറിയാം. സ്തോത്രം. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സാരം, നിങ്ങൾ ദൈവദാസന്മാരുടെ ഹിതത്തിലേ നിൽക്കാവുള്ളൂ. ഒരു വ്യക്തിയുടെ പതനം ആരംഭിക്കുന്നത് കുടുംബത്തിലാണ്. ഭാര്യ പറയുന്നത് കേൾക്കത്തില്ല, ഭർത്താവ് പറയുന്നത് കേൾക്കത്തില്ല, പിന്നെ അത് സഭയിൽ കൊണ്ടുവരും, പിന്നെ അത് സമൂഹത്തിന് ദ്രോഹമായി തീരും. അതുകൊണ്ട് നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. വൈപ്പിയിലേക്ക് നമുക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ എപ്പപ്രാസ് ഞങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് പോലെ ഞങ്ങളെ ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാർ ഞങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ വേണ്ടി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവരെ ഓർത്ത് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ പ്രിയ റിജോയ് പാഷനായ സ്തോത്രം. തൻ്റെ അസ്വസ്ഥതകൾക്കെല്ലാം വിടുതൽ നൽകിയാട്ടെ. സമ്പൂർണ്ണമായ സൗഖ്യം നടക്കപ്പെടട്ടെ. ഈ ജനത്തെ അങ്ങയുടെ എളിയദാസൻ എന്നുള്ള നിലയിൽ പിതാവ് പുത്ര പരിശുദ്ധാത്മാവ ത്രിയേക ദൈവത്താൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പഠിക്കുന്ന വിഷയത്തിൽ ഞങ്ങൾ പൂർണ്ണ ഉറപ്പുള്ളവരായി തീരട്ടെ. ദൈവഹിതം സംബന്ധിച്ചൊക്കെ ഞങ്ങൾ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരുവാൻ ഞങ്ങൾ ആരംഭിച്ചിരിക്കുന്ന ഈ മെസ്സേജ് സീരീസ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരണം. ശൗലിൽ സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കട്ടെ. ശൗലിൽ സംഭവിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ നിഴലിടാതിരിക്കട്ടെ. കുഞ്ഞാടിൻ്റെ രക്തത്താൽ ഞങ്ങൾ ജയമെടുക്കുന്നു. ഈ ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്ന പ്രാർത്ഥന കേൾക്കും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമീൻ. വൈപ്പിയുടെ ലീഡേഴ്സ് മുമ്പോട്ട് വരുന്നു. അതിനിടയിൽ നമുക്ക് ഓഫറിംഗ് എടുക്കാം. കർത്താവ് സഹായിക്കട്ടെ.